ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ്. കഴിഞ്ഞ മെയ്യിലാണ് മണിപ്പൂരിൽ വംശഹത്യാശ്രമം ആരംഭിക്കുന്നത്. കുക്കികൾക്ക് നേരെ മെയ്തേയ് വിഭാഗക്കാരുടെ ആക്രമണം ഉണ്ടാകുന്നു. കുക്കികളുടെ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നു. വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. ഇതുവരെ ഏതാണ്ട് 200-ലധികം പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ലധികം പേർ നാട് വിട്ട് അവരുടെ വീട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും മണിപ്പൂർ ശാന്തമായോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും മണിപ്പൂരിൽ നിന്ന് അക്രമ സംഭവങ്ങളെക്കുറിച്ച്, സംഘർഷങ്ങളെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം സംസാരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് കള്ളിവയലിലാണ്. അദ്ദേഹം ഈ സംഘർഷമുണ്ടായതിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കുകയും അവിടുത്തെ ഈ അക്രമബാധിതമായ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുകയും ഒരു പുസ്തകം രചിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആ സംഘർഷത്തെക്കുറിച്ച് മാത്രമല്ല, മണിപ്പൂരിൻ്റെ ചരിത്രം, അവിടെ എങ്ങനെയാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന മണിപ്പൂർ FIR എന്ന് പറയുന്ന പുസ്തകം എഴുതിയ മലയാളിയായ മുതിർന്ന ജേർണലിസ്റ്റാണ്. സ്വാഗതം ഈ ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മണിപ്പൂരിൽ? കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച ഈ വംശീയ സംഘർഷം, ഒരുപക്ഷെ വംശഹത്യാശ്രമത്തോടടുത്ത ഈ വംശീയ സംഘർഷം അത് അവസാനിക്കുകയും അവിടെ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം ആണ്. അവിടുത്തെ തീ ഇതുവരെയും അണഞ്ഞിട്ടില്ല. തിരമാലകൾ പോലെ പല ഘട്ടങ്ങളായി വീണ്ടും ആക്രമണം നടക്കുകയാണ്. ഇന്നലെയും നടന്നു. ഇന്നലത്തെ ആക്രമണത്തിലും 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സൈനികരടക്കം, കമാൻഡോകളടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ കിടക്കുകയാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആളുകളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്, BSFന്റെ. അവര് ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമുള്ള രാത്രിയിലാണ് ഇന്ന് ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ മിക്ക ദിവസങ്ങളിലും ഈ 2024 പറന്ന ശേഷം പലതവണ അവിടെ ആക്രമണങ്ങൾ ഉണ്ടായി, പരസ്പര ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. കുക്കികൾ മെയ്തേകൾ കുക്കികളെയും കൊല്ലുന്നുണ്ട്. പക്ഷെ സൈന്യമല്ല, സുരക്ഷാ ഭടന്മാർ എന്ന് പറയാം, മണിപ്പൂർ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും, ഇപ്പൊ BSF ആണ്, കമാൻഡോകളാണ്. ഇവരും കൂടെ ചേർന്നാണ് കുക്കികളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് കുക്കികളുടെ പരാതി. എന്തായാലും കുക്കികള് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അടിക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇന്നലെ അവര് 5 മെയ്തേകളെയാണ് കൊന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 37 വയസ്സുള്ള ആള്, 56 വയസ്സുള്ള ആള്, 60 വയസ്സുള്ള ആള്, അയാളുടെ മകന് ഒക്കെ കൊല്ലപ്പെട്ടവരുണ്ട്. 4 പേരാണ് ഒറ്റ അടിക്ക് കൊല്ലപ്പെട്ടത്. അപ്പൊ അതെല്ലാം ഒരു സംഘർഷം അടഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. BSFന്റെ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കമാൻഡോകൾ കൊല്ലപ്പെട്ടിരുന്നു. അത് കമാൻഡോകൾ എന്ന് പറഞ്ഞാൽ മണിപ്പൂർ പോലീസിന്റെ കമാൻഡോകളാണ്. അതെല്ലാം കൂടുതലും കുക്കികളെ ആക്രമിക്കാനായി കുക്കി മേഖലകളിൽ കടന്നു ചെല്ലുന്നു എന്നാണ് കുക്കികളുടെ പരാതി. അപ്പൊ ഇതൊരു സംഘർഷം മാസങ്ങളായി. 2023 മെയ് 3 തുടങ്ങിയ സംഘർഷം 4, 5 തീയതികളിൽ വളരെ ആസൂത്രിതമായി 36 മണിക്കൂർ കൊണ്ട് ആയിരക്കണക്കിന് വസതികൾ കത്തിക്കുകയും തകർക്കുകയും നൂറുകണക്കിന് ആൾക്കാരെ കൊല്ലുകയും ചെയ്തു. സർക്കാരിന്റെ കണക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു കണക്കില്ല. 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 200 താഴെ അല്ല, 150 പേരെന്ന് ഒക്കെ പറയപ്പെടുന്നു. അപ്പൊ ഈ സംഘർഷം പരിഹരിക്കാനായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. ഇന്റർ ഏജൻസി യൂണിഫൈഡ് കമാൻഡ് ഉണ്ടാക്കിയിരുന്നു, സൈന്യത്തിന്റെയും പോലീസിന്റെയും പല അർദ്ധസൈനിക വിഭാഗങ്ങളുടെയൊക്കെ. അവിടെയൊക്കെ പ്രതിസന്ധികളാണ്. അതിന്റെ ചെയർമാനെ നീക്കം ചെയ്തിരുന്നു. അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് മെയ്തേയ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. ഇത് വലിയ തോതിൽ ഒരു സംഘർഷമായി കലാശിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ സെപ്റ്റംബർ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്. മെയ് 3 മുതൽ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ അവസാനം വരെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഒക്ടോബറിൽ അവസാനം ഈ പുസ്തകം
പ്രസിദ്ധീകരണത്തിന് വന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി വീണ്ടും ഒരു പുസ്തകം കൂടെ എഴുതാനുള്ള അത്രയേറെ രൂക്ഷമായി പലപ്പോഴായി. ഇത് പല ഘട്ടങ്ങളായിട്ടാണ് നേരത്തെ സംഭവിക്കുന്നത്. ആസൂത്രിതമാണ് എന്നതിന് വളരെ വ്യക്തമാണ്. കാരണം സംഘടിതമായുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. സ്വാഭാവികമായും പോരാളികളാണ്. ഇത് ആദ്യമേ കുക്കികളെ ലക്ഷ്യമിട്ട് മെയ്തേകളുടെ ഭാഗത്തുനിന്നാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. പിന്നീട് കുക്കികളും പോരാളികളാണ്, അവർ തിരിച്ചടിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടു പക്ഷത്തും നഷ്ടമുണ്ട്. പക്ഷെ നഷ്ടം കൂടുതലും കുക്കികൾക്ക് തന്നെയാണ്. കുക്കികള് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ പെടുന്നവരും മെയ്തേകള് ഭൂരിപക്ഷം പേരും ഹിന്ദു വശം. അപ്പൊ അതിനകത്തൊരു ഒരു ഒരു വർഗീയ വശം കൂടെ കടന്നു വന്നിട്ടുണ്ട്. വംശീയം മാത്രമല്ല, വർഗീയമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വർഗീയതയും നമുക്ക് കാണാൻ കഴിയും. കാരണം നേരത്തെ ഈ മണിപ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ കുക്കികളും നാഗകളും തമ്മിലാണ് കൂടുതൽ ഏറ്റുമുട്ടലുകൾ. കൂടുതലല്ല, ഏറ്റുമുട്ടലുകളുടെ ഒരു ചരിത്രം തന്നെ അതാണ്. മെയ്തേകളും കുക്കികളും തമ്മിൽ മുമ്പ് ആക്രമണം ഉണ്ടായിട്ടും വളരെ പേരിനുള്ള ആക്രമണങ്ങളല്ലാതെ ഒരു 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 കൊള്ളാവുന്ന ഏറ്റുമുട്ടൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും മെയ്തേ രാജാക്കന്മാർക്ക് കുക്കി പോരാളികൾ അവരുടെ സംരക്ഷകരുമായി. സ്വാഭാവികമായിട്ടും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന മലയോര മേഖലയിലുള്ളവരും താഴ്വാരത്തുള്ള അതിന്റെ ഒരു ഭൂമിശാസ്ത്രമായ പ്രശ്നം അതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ അതിസങ്കീർണമായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കണ്ണിലൂടെയോ രണ്ടോ മൂന്നോ കണ്ണിലൂടെ, അത് വംശീയം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവുന്നില്ല, വർഗീയം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പൊ എന്നാൽ ഇതെല്ലാം ചേർന്ന് നൂറുകണക്കിന് ഫാക്ടേഴ്സ് ഒന്നിച്ചു ചേർന്ന് അതിസങ്കീർണമാക്കുകയും അതിന് അവിടുത്തെ ഭരണകൂടങ്ങൾ അതിനോട് നിസ്സംഗത പുലർത്തുകയോ മൗനം പാലിക്കുകയോ കുറ്റകരമായ അനാസ്ഥ കാണിക്കുകയോ ഒരു പരിധിവരെ അവര് പക്ഷം ചേരുകയോ ചെയ്തതാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സർക്കാരുകൾ. അതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. നമുക്കറിയാം, BJP-യിലുള്ള 7 MLA-മാർ, കുക്കി MLA-മാർ ഉൾപ്പെടെയുള്ളവര് ഇന്ന് ഭീഷണി നേരിടുകയാണ്. അതിലൊരു BJP MLA-നെ അതിക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പോലും അല്ലാതെ ബെഡ് റിട്ടേൺ ആകുന്ന അത്രയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. അപ്പൊ ആ നിലയിലൊക്കെ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അവിടെ നിയമസഭ ചേർന്നെങ്കിലും അവിടെ ഒന്നും ചർച്ച ചെയ്തില്ല. നിയമസഭ ഒരു ദിവസത്തേക്കും മണിക്കൂറുകൾ കൊണ്ട് പോലും ചേരാൻ കഴിയാതെ പിരിയേണ്ടി വന്നു. അപ്പോഴൊക്കെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സർക്കാരിന്റെ ഭാഗത്തുള്ള അനാസ്ഥയോ കുറ്റകരമായ മൗനമോ കുറ്റകരമായ നടപടികളും ഒക്കെ വളരെ പ്ലാൻഡ് ആണ്. അവിടെ ഇപ്പൊ കുക്കികളുടെ സ്കൂളുകൾക്കുള്ള CBSE അവരുടെ അംഗീകാരം വരെ റദ്ദാക്കുക. അപ്പൊ അത് ഏതെല്ലാം തരത്തില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനകത്തൊരു പക്ഷം ചേരുന്നു. കാരണം ഇതെല്ലാം ഒരു വശത്ത് മാത്രമേ ഉള്ളൂ. ഈ നടപടി അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾക്കനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അത് ചെയ്യില്ല. 2, അത് മെയ്തേകൾക്കോ കുക്കികളെന്നോ തിരിച്ചു വ്യത്യാസം ഉണ്ടാവില്ല, നാഗകൾ എന്നുള്ളത് തിരിച്ചു വ്യത്യാസം. ഇത് നാഗകൾക്കോ മെയ്തേകൾക്കോ ഒരു പ്രശ്നവുമില്ല. നാഗകളെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെ ഇതിനകത്തുള്ള ഒരു കൃത്യമായ ഒരു ആസൂത്രണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സമരം തുടങ്ങുന്നത് നമുക്കറിയാവുന്നതുപോലെ മെയ്തേകൾക്ക് കൂടെ പട്ടികവർഗ സംവരണം, ഷെഡ്യൂൾഡ് ട്രൈബ് സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അത് ഭൂരിപക്ഷം വരുന്ന 53% വരുന്നവരാണ്. പിന്നെ ഭൂരിപക്ഷം വരുന്നത് അടുത്ത ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷം നാഗകളാണ്. അതും കഴിഞ്ഞിട്ട് കുക്കികൾ വരും. അപ്പൊ ഇത് ആവശ്യപ്പെടുമ്പോ ഗോത്രവർഗ ജനത, ആദിവാസി ജനത, അവരുടെ ആദിവാസി അവകാശങ്ങൾ നഷ്ടപ്പെടും. വിദ്യാഭ്യാസ അവകാശം, ഭൂമിയിന്മേലുള്ള അവകാശം, തൊഴിൽ ലഭിക്കാനുള്ള സംവരണം, ഇതെല്ലാം നഷ്ടപ്പെടുമെന്നതുകൊണ്ട് അവര് സമരത്തിലേക്ക് പോകുന്നു. അപ്പോൾ സമരം ആദിവാസി ഐക്യദാർഢ്യ മാർച്ചോടുകൂടി 2023 മെയ് 3 പ്രഖ്യാപിച്ച ആ മാർച്ചില് അന്ന് നാഗകളും കുക്കികളും ഒന്നിച്ചായിരുന്നു ഈ സമരം പ്രഖ്യാപിച്ചതും സമരം തുടങ്ങിയത്. പക്ഷേ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും, പിന്നീട് നാഗകളെ ഇതിൽ നിന്ന് മാറ്റുന്നു, നാഗകൾ മാറുന്നു, കുക്കികൾക്കെതിരെ മാത്രമാകുന്നു മാത്രം. അപ്പൊ ഇതൊരു ഒരു 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 നമുക്കൊരു കാലത്തും സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പ്രയാസമുള്ളതും നടക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നു എന്നതാണ് മണിപ്പൂരിനെ ഇന്ത്യയിലെ ഏറ്റവും ഒരു അതിർത്തി സംസ്ഥാനമാണ്. അത് ചൈനയുമായുള്ള പ്രശ്നം നടക്കുന്നു, മ്യാൻമറാണ് തൊട്ടടുത്ത് കിടക്കുന്നത്, അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത്തരമൊരു അതിർത്തി സംസ്ഥാനം, ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ വലിയ ഒരു
ഭീകരത നടന്നിട്ടും നമുക്കറിയാം, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മിസോറാമിലേക്ക് പോകണ്ടെന്ന് വെച്ചു, തൊട്ടടുത്ത സംസ്ഥാനം മിസോറാമിൽ നിന്നുള്ള. അതേസമയം രാഹുൽ ഗാന്ധി അതിനു മുമ്പ് പോയി, ഈ കലാപം തുടങ്ങിക്കഴിഞ്ഞ് പോയി, പ്രതിപക്ഷ നേതാക്കളെല്ലാം പോയി, ഇത്രയേറെ രാജ്യത്ത് പാർലമെന്റിൽ ചർച്ച ചെയ്തു. വലിയ ലോകത്തെ ആകെ നടുക്കി ഇത്രയേറെ സംഭവത്തിലും കേന്ദ്രമന്ത്രിമാര് ആദ്യം അമിത്ഷാ പോയെങ്കിലും അമിത്ഷായ്ക്ക് ഉണ്ടാക്കിയ നടപടികളൊന്നും വിജയകരമായി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹവും പോയില്ല, കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് കണ്ണടയ്ക്കുന്നു. ഇതൊരു ഒരു 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 കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഭരണഘടനയും നിയമവ്യവസ്ഥയും നിലവിലുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെയാണ് മണിപ്പൂരിൽ കഴിഞ്ഞ 9 മാസത്തോളമായി നടന്നു വരുന്നത്. നമ്മളിത് പറയുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചത് വംശീയം മാത്രമല്ല, വർഗീയം മാത്രമല്ല, ഭൂപ്രകൃതി മുകളിൽ മലമുകളിൽ താമസിക്കുന്നവർ, താഴ്വാരത്ത് താമസിക്കുന്നവർ, ഇത് മാത്രമല്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വർഗീയമായി ഇതിനെ തിരിച്ചുവിടാൻ നടത്തിയ ശ്രമം, അതിന് ഭരണകൂടം നൽകിയ പിന്തുണ, ആ വർഗീയമായ ആംഗിൾ നൽകുകയും അതിന് ഭരണകൂടം പിന്തുണയ്ക്കുകയും ചെയ്തതിന് ശേഷവും നിസ്സംഗമായി നിന്ന സംസ്ഥാന ഭരണകൂടം ഇത് വലിയ അക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷവും നിസ്സംഗമായി നിന്ന കേന്ദ്ര ഭരണകൂടം വളരെ കൃത്യമായി മെയ്തേയ് ഭൂരിപക്ഷത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റുകയും അതുവഴി മണിപ്പൂരിൻ്റെ അധികാരം ഉറപ്പിക്കാൻ പാകത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിൻ്റെ ഫലമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്? ഇതിനകത്തൊരു വർഗീയവൽക്കരണം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അത് പൂർണ്ണമായും ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സർക്കാരിന്, അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന BJP RSS നേതൃത്വത്തിന് അത്തരമൊരു പദ്ധതി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് സംശയിക്കാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം ഇവിടെ ഈ മെയ് 3 ഈ അക്രമം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മലയോര മേഖലകളിലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചുരാചന്ദ്പൂറിലുള്ള പല സ്ഥലങ്ങളിൽ, നഗരങ്ങളിലെ ലംക എന്ന് പറയുന്ന നഗരത്തിൽ, അത് രണ്ടും ഒന്നാ, അവിടെ ഉണ്ടായിരുന്ന ആ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന മെയ്തേയ്കള് അതിനു മുമ്പ് തന്നെ താഴ്വാരത്തേക്ക് മാറിയിരുന്നു. അതേസമയം ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ് തുടങ്ങിയ താഴ്വാരത്തെ, ഇംഫാൽ നഗരവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് കുക്കികൾ അവര് മാറിയിരുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്ക് അങ്ങനെ ഒരു മുൻ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഇതിനിടയ്ക്ക് റാം മാധവ് അവിടെ പലതവണ സന്ദർശിച്ചായിട്ട് പറയപ്പെടുന്നു. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനു വേണ്ടിയാണോ, അതെയോ BJPയെ വളർത്തുന്നതിനും സംഘടിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണോ വന്നത്? അതൊന്നും ആർക്കും കൃത്യമായി നിർവചിക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ ഇത്തരം ഒരു കലാപം ഉണ്ടായിട്ടും, ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ കലാപം ഉണ്ടായിട്ടും അതിലെ മുഖ്യമന്ത്രി ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു, ആ സർക്കാർ അവിടെ അധികാരത്തിൽ തുടരുന്നു, അതിന് കൊടി പിടിക്കുന്നു. ആ സർക്കാരിനെ കുറ്റപ്പെടുത്തുവാൻ ഇതുവരെ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല. അതേസമയം നമുക്കറിയാം, ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് വാജ്പേയിയുടെ പ്രതികരണം, പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവിടെയൊക്കെയാണ് നമ്മൾ ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇത് വെറുതെ ഒരു വംശീയ കലാപമല്ല എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്കിൽ വളരെ 250ഓളം പേജുകൾ, 235 പേജുകൾക്കകത്ത് വളരെ ശക്തമായി, വളരെ വിശദമായി ഞാനിത് പറയുന്നു. അത് ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം അത്രയേറെ സങ്കീർണമാണ് ഇതിന്റെ പ്രകൃതി രീതികൾ മുതൽ, ഞാനതാ പറഞ്ഞ ഇതിന്റെ ഒരു കാലാകാലങ്ങളായുള്ള പരമ്പരാഗതമായിട്ടുള്ള പൗരാണികമായ ചരിത്രങ്ങൾ മുതൽ, അവിടെ മുതൽ ഇവരെങ്ങനെ മെയ്തേയ്കള്, ഇപ്പോഴത്തെ മെയ്തേയ്കള് ഹിന്ദുക്കളായി, മറ്റേ കുക്കികളും നാഗകളും അടക്കമുള്ള ഗോത്ര ജനത എങ്ങനെ ക്രൈസ്തവ മതം സ്വീകരിച്ചു. ഇതൊന്നും ഇന്നലെ സംഭവിച്ചില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ വളരെ മുമ്പാണ് ക്രൈസ്തവർ പോലും മതം മാറി. അവർക്ക് പോലും മതം മാറ്റത്തിന് 100 കൊല്ലത്തിലേറെ മുമ്പ് നടന്ന കാര്യങ്ങൾ. 150 വർഷം മുമ്പാണ് ആദ്യമായി ക്രൈസ്തവ ഒരു പെറ്റിഗ്രൂ എന്ന് പറയുന്ന ഒരു സായിപ്പാണ് അവിടെ ക്രൈസ്തവ മതം കൊണ്ടുവരുന്നത്. അതില് അവര് ഇതുവരെ പിന്നോക്കം നിന്നിരുന്ന, പലതരത്തില അവശത അനുഭവിച്ചു നിന്നിരുന്ന ഗോത്ര ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷ കിട്ടിയതുകൊണ്ടാകണമല്ലോ അവര് വിവിധ ക്രൈസ്തവ മതങ്ങള്, അതൊന്നും കത്തോലിക്ക സഭയല്ല കൂടുതലും, അവിടെ കൂടുതലും പ്രോട്ടസ്റ്റന്റ്, ഈ ലൂതറൻ അല്ലെ ആംഗ്ലിക്കൻ ചർച്ചസ് ഒക്കെയാണ് അവിടെ കൂടുതലുമുള്ളത്. കത്തോലിക്കരുമുണ്ട് അവിടെ. അതേസമയം
ഇപ്പുറത്ത് ഇവര് കൂടുതലും 3 നൂറ്റാണ്ട് മുമ്പ് മാത്രമാണ് ഇവര് സനമാഹിസം എന്ന് പറയുന്ന അവരുടെ ആചാര രീതികളിലെ വിശ്വാസ രീതിയിൽ നിന്ന് മാറി വൈഷ്ണവ മതമാണ് ആദ്യം സ്വീകരിച്ചത്. അവിടുത്തെ രാജാവാണ് നിർബന്ധിച്ച് മറ്റ് സമുദായങ്ങളെ, മൈത്തേയികളെ കൂടുതലായും രാജാവ് മതം മാറുകയും രാജാവിന്റെ താല്പര്യത്തിനനുസരിച്ച് ജനങ്ങളെ കൂടെ മതം മാറ്റിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം മതം മാറ്റത്തിന്റെ ചരിത്രം ആർക്കെങ്കിലും ഒരാളുടെ കുത്തകയല്ല, അല്ല ആരുടെയെങ്കിലും ഒരാളുടെ പ്രശ്നമല്ല. അവിടെ ഒരു 9% മുസ്ലിങ്ങളുമുണ്ട്, പങ്കൽ മുസ്ലിങ്ങൾ. അവിടെ അതങ്ങനെ വളരെ വളരെ സമാധാനപരമായി കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്താണ്. അവിടെ ഉണ്ടാകുന്നത് ഗോത്രവർഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകളാണ്. പിന്നെ ഉണ്ടായിരുന്നത് അവിടെ മയക്കുമരുന്നും, കാരണം അതിർത്തി സംസ്ഥാനമാണ്, ആയുധ കള്ളക്കടത്തും അടക്കമുള്ള പ്രശ്നങ്ങൾ ആ സംസ്ഥാനത്ത്. ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവിടുത്തെ നാർക്കോട്ടിക് ബ്യൂറോയും കേന്ദ്ര ഇന്റലിജൻസും കേന്ദ്രത്തിന്റെ അതിർത്തി സേനകളും കേന്ദ്രത്തിന്റെ പോലീസിനും പട്ടാളത്തിനും ഒക്കെ ഇതിനൊത്ത് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വളർന്നത് അതിന് വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതെല്ലാം കുക്കികളെ മാത്രമാക്കി അവതരിപ്പിക്കാനും ഇതിനെ ഒരു വർഗീയ പ്രശ്നമാക്കി ക്രിസ്ത്യൻ, ഹിന്ദു അല്ലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരു പ്രശ്നമാക്കി മാറ്റാനായി ശ്രമിക്കുകയാണ്. പക്ഷെ അതേസമയം ഇത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് ആർക്കും പറയാനും കഴിയില്ല. കൃത്യമായി അവിടെ ഒരു ക്രൈസ്തവ വേട്ട നടന്നു. അവിടെയാണ് നമ്മൾ കാണുന്നത് 36 മണിക്കൂറിൽ 249 പള്ളികൾ. അത് പലതും വൻപൻ പള്ളികളാണ്, വലിയ പള്ളികളാണ്. നമുക്ക് കോഴിക്കോട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ ഉള്ള നമ്മൾ കാണുന്ന 10,000, 3,000, 5,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പള്ളികൾ, കാലങ്ങൾ കൊണ്ട് അത്യുത്വാനം ചെയ്ത് രൂപീകരിച്ച പള്ളികൾ തകർത്തിരിക്കുകയാണ്. അതേസമയം തിരിച്ചടിയിൽ ഏതാനും അമ്പലങ്ങൾ എന്നുള്ളത്, പക്ഷെ അമ്പലങ്ങളുടെ നമ്പരും പള്ളികളുടെ നമ്പരും തമ്മിൽ ഒരു തുലനം പോലുമില്ല. അപ്പോ സാമ്യം പോലുമില്ല, അടുത്തു പോലുമില്ല. 249 പള്ളികള് മാർക്ക് ചെയ്ത്, നമുക്കറിയാമല്ലോ ഒരു പള്ളി അല്ലെ ഒരു മോസ്ക് അല്ലെങ്കിൽ ഒരു അമ്പലം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 ഫർലോങ് കഴിഞ്ഞോ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ കഴിഞ്ഞോ 1 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത, അല്ലെ 2 കിലോമീറ്റർ കഴിഞ്ഞോ 5 കിലോമീറ്റർ കഴിഞ്ഞോ ഒക്കെയാണ് അടുത്ത പള്ളി വരും. അതൊക്കെ ചിലത് ഉൾ റോഡുകളിലായിരിക്കാം, ചിലത് വേറൊരു സ്ഥലത്തായിരിക്കാം, ഒരു നഗരത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിലായിരിക്കാം. പക്ഷെ ഇവിടെയൊക്കെ ഇത് മാർക്ക് ചെയ്തെങ്കിൽ വാഹനങ്ങളിൽ ചെന്നാണ് അത്. ചിലതൊക്കെ ഗ്യാസ് കട്ടറുകള്, LPG സിലിണ്ടറുകള് മുച്ചൂടും തകർക്കുകയായിരിക്കും. അല്ലാതെ വളരെ ആസൂത്രിതമായി നമ്മൾ ചെന്ന് കണ്ടാൽ സങ്കടം വരും. വീടുകൾ പോലും, വീട്ടിൽ ഒന്നും ശേഷിക്കാത്തത് തരില്ല. അവിടെ എല്ലാം ടിൻ ഷീറ്റ് കൊണ്ടുള്ള വീടുകളാണ്. ആ വീടുകള് മൊത്തം സ്കൂളുകള്, പള്ളികള് തള്ളി മുച്ചൂടും തകർത്ത് ഒന്നും ശേഷിക്കാത്ത, ഇരുമ്പലമാരകൾക്ക് വരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്ന, അതിനകത്തിരിക്കുന്ന ഒന്നും ഇനി രക്ഷപ്പെടരുത്. അത് സ്കൂളുകളിൽ പോയി ഞാൻ പോയി കണ്ടതാണ്. സുഗ്നു എന്ന് പറയുന്ന കച്ചിൻ ജില്ലയില് ഇംഫാലിൽ നിന്ന് കുറെ അകലെയാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് 1000-ലേറെ വരുന്ന അവിടെയുള്ള കുക്കി സമുദായത്തിന്റെ വീടുകൾ അപ്പാടെ തകർക്കുകയും അവിടെ 1-2 മറ്റു വിഭാഗങ്ങളിലുണ്ട് അവർ ആ വീടുകൾ തകർത്തിട്ട്. അപ്പം ഇത് വളരെ ആസൂത്രിതമായി, വളരെ പ്ലാൻഡായി ചിലതൊക്കെ നടക്കും. ചിലതൊക്കെ സ്വാഭാവികമായി കലാപത്തിനിടയിൽ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം ആസൂത്രിതമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് അതിനകത്ത് ആസൂത്രിതമല്ല എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി ആസൂത്രണം നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ മുമ്പേ പറഞ്ഞ സുഗ്നു ഗ്രാമത്തില് അത് ഉണ്ടായത് ജൂലൈ 3-നാണ്, ജൂലൈ 4-നാണ് ആക്രമണം ഉണ്ടായത്. അതായത് കൃത്യം 2 മാസം കഴിഞ്ഞു. അപ്പൊ അതൊരു പട്ടാപ്പകലാണ് അവിടെ ആൾക്കാർ വന്നത്. 100 കണക്കിന് വാഹനങ്ങളിലെത്തി ആണ് അവിടെ ആ പ്രദേശത്തുള്ള സ്കൂള്, പള്ളി, വീടുകൾ മൊത്തം തകർന്നു. അതുപോലെ ഒത്തിരി ഗ്രാമങ്ങൾ ആളുകളെ കൊന്നത് സ്വാഭാവികമായിട്ടും മറ്റവരും തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ആ തിരിച്ചടിയിൽ 2 പക്ഷത്തും നഷ്ടമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമാണ് ശരിയെന്നോ എല്ലാവരും അവിടെ. പിന്നെ മാധ്യമങ്ങൾ എപ്പോഴും ഏകപക്ഷീയമാണ്. അവിടുത്തെ ഇംഫാലിൽ നിന്ന് വരുന്ന വാർത്തകളിൽ 90% മെയ്തേയികൾ കൈകാര്യം ചെയ്യുന്നതോ മെയ്തേയി മീഡിയ പുറത്തുവിടുന്നതോ ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, അതാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ അവിടെ പോയിട്ട് അവർക്കെതിരെ കർശനമായ റിപ്പോർട്ട് നൽകിയത്. അതിനെതിരെ കേസെടുത്തു. മണിപ്പൂർ ഫയൽസ് എന്ന് പറഞ്ഞ ഒരാളൊരു പുസ്തകം എഴുതി, അതിനെതിരെ കേസെടുത്തു. ആരെന്ത് പ്രതികരിക്കുന്നു അവർക്കെതിരെ കേസെടുക്കുക, ഭീഷണിപ്പെടുത്തുക. ഏത് സമയത്തും ഈ എന്റെ മണിപ്പൂർ FIR-നെതിരെ, ഞാനിതൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇനിയും പലതും ചേർക്കാൻ കഴിയും. ഇനിയും നമുക്കറിയാം, നമുക്ക് കയ്യിലെത്താൻ കട്ടുന്ന ഒരു
35 വർഷത്തെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇതുവരെയുള്ള റിപ്പോർട്ടിങ്ങിൽ ഞാനൊരു 10-60 രാജ്യങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് ജീവിതത്തിനിടയിൽ വലിയ കലാപങ്ങൾ മുതൽ യുദ്ധങ്ങൾ മുതൽ നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടിംഗിൽ അനുഭവത്തിന് ഇന്ന് വരെ കാണാത്ത അത്യപൂർവമായ അതിസങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു കുരുക്ക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന നിലയിലാണ്, അങ്ങനെയാണ് ഈ പ്രസാദകരമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്. അല്ലെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ കുറച്ച് വിഭാഗങ്ങൾ സംഘടിച്ച് ആദ്യമേ ഇതിനെ ഇകഴ്ത്തിക്കാട്ടാനും തകർക്കാനും ഇതിനകത്ത് തെറ്റാണെന്നൊക്കെ പറയാനൊക്കെ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷെ മഹാഭൂരിപക്ഷം പേരും ഇതിനെ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കോഴിക്കോട് നടന്ന ലിറ്റററി ഫെസ്റ്റിലൊക്കെ അതിന് വളരെ കൃത്യമായൊരു അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്തു. ഇപ്പൊ വായിച്ചവരാരും, ഞാനിത് BJP-യുടെ നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്, ഗവർണർമാരടക്കം, ഇപ്പൊ ഞാൻ പറയാം ബംഗാൾ ഗവർണർ, ഗോവ ഗവർണർ അടക്കമുള്ളവർക്ക് ഞാനിത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവരിത് ഇതുവരെ 2 വർഷവും പറഞ്ഞിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പൊ ഈ പ്രശ്നം വളരെ സങ്കീർണമായതുകൊണ്ട് ഇതിനെ കുറെ കൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ. റൈറ്റ്. നമ്മൾ ഈ മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഈ കുക്കി വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഉണ്ടല്ലോ, പാദ്രിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവരാരും അന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് പരസ്യമായി ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോ എന്ന സംശയത്തിൽ നമുക്ക് അവരുമായി സംസാരിക്കാൻ കഴിയുന്ന മറ്റാളുകൾ വഴിയും അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരന്ന് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, പരസ്യമായി ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് അന്ന് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിരുന്നത്. താങ്കൾ അവിടെ സന്ദർശിക്കുമ്പോൾ ഏതാണ്ട് ഇതേ ഭീതിതമായ അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇപ്പോഴും അതേ അവസ്ഥ ഈ കുക്കി വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാതിരിമാരടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും അങ്ങനത്തെ അവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ടോ? ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് ഗോത്രവർഗത്തിൽപ്പെട്ടവർ, ആദിവാസികൾ, കുക്കികൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, അവര് വലിയ ഭീതിയിലാണ് ഇപ്പോഴും കഴിയുന്നു. പറയാൻ പോലും, തുറന്ന് സത്യം പറയാൻ പോലും അവർ മടിക്കുകയാണ്. ഇത് അവർ പറയുന്നത് ഇവർക്കെതിരെ പറഞ്ഞ് പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് എന്നോടും പലരും പറഞ്ഞു. തീർച്ചയായിട്ടും പലതും നമ്മളൊരു ഇത്രയും വർഷത്തെ ഒരു പത്രപ്രവർത്തനത്തിന്റെ പരിചയം കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതും. ഈ ഉൾമേഖലകളിൽ ചെല്ലാനും കലാപത്തിന്റെ സമയത്ത് തന്നെ ചെല്ലാനും 2 ബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതും ഒക്കെ അത് സൈന്യത്തിന്റെ ഒരു സഹായം. സൈന്യത്തോടൊക്കെ സൈന്യത്തിന് ഔദ്യോഗികമായി നമ്മൾ സഹായിക്കാൻ കഴിയില്ല. അനൗദ്യോഗികമായാണ് അവർ ചെയ്യുന്ന സൽപ്രവർത്തികള് രാജ്യത്തെ അറിയിക്കാൻ ഒരു സംവിധാനം എന്ന നിലയിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവർ പോലും അതിന് വഴങ്ങിയത്. അതും ചില സുഹൃത്ത് ബന്ധങ്ങള് വ്യക്തിപരമായി, അത് ഔദ്യോഗികമല്ല. ഔദ്യോഗികമായി നമ്മളെ കൊണ്ടുനടക്കാൻ ആർക്കും തയ്യാറല്ല. അവിടെ മണിപ്പൂർ പ്രസ് ക്ലബിൽ പോലും ഏകപക്ഷീയമായ കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. ഈ ഭീതിയുടെ ഒരു ഭാഗം താങ്കൾ ചോദിച്ച പ്രധാന ചോദ്യം അതാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, അവിടുത്തെ കുക്കികൾക്കിടയിലെ വൈദികർ അടക്കമുള്ളവർക്കെതിരെ, മെത്രാന്മാരടക്കമുള്ളവർക്കെതിരെ അവർക്ക് പോലും ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കി മുൻ IFS ഓഫീസർ എൻ്റെ അടുത്ത് പോയി. അദ്ദേഹം ഇപ്പോൾ ഒരു വൈദികൻ, ഫോറിൻ സർവീസിൽ ഇരുന്ന, ഇത്രയേറെ ഉന്നത പദവിയിലിരുന്ന അദ്ദേഹത്തിന്റെ മകള് ഇപ്പോഴും കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹം പോലും പറയാൻ ഭയപ്പെടുക. അദ്ദേഹം ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്നറിഞ്ഞ് ഇതിന്റെ പുസ്തകത്തിന്റെ കോപ്പി ഇംഗ്ലീഷിലേക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടി മാത്രം വന്നതാണ്, അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി ആ ഭീതി അത് ഇപ്പോഴും തുടരുകയാണല്ലോ. കാരണം അക്രമം ഏത് കുക്കി മേഖലയിൽ നിന്ന് ഒരാള് മെയ്തേയ് മേഖലയിലേക്ക് കിടക്കുകയോ, മെയ്തേയ് മേഖലയിൽ നിന്ന് ഒരാൾ കുക്കി മേഖലയിലേക്ക് കിടക്കുകയോ ചെയ്താൽ അപ്പൊ തന്നെ വെടിവെച്ചു കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ തല്ലിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന അതിക്രൂരമായ, അതും ഒരു മര്യാദയില്ലാത്ത, അതിനിടയ്ക്കാണല്ലോ നമ്മൾ കണ്ടത് വിവസ്ത്രരാക്കി മാനഭംഗപ്പെടുത്തിയതൊക്കെ പരസ്യമായി 100 കണക്കിന് ആളുകളുടെ മുന്നിൽ. അത്തരം സംഭവങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. പലതും, ചിലതൊക്കെ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. 2 വശത്ത് തിരിച്ചടിച്ചിട്ടുമുണ്ട്. കുക്കി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയപ്പോൾ 2 കേസുകൾ ഉണ്ടായ ശേഷം പിന്നീട് മെയ്തേയ് സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടിക്കെതിരെയും ഇത്തരം ഒരു ആക്രമണം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കാണുന്നത് സർക്കാരിന്റെ പരാജയം,
അവിടെ ഒരു നിയമവ്യവസ്ഥതയുടെ പരാജയം, അവിടെ കൃത്യമായ ഒരു വീഴ്ച അതുണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ ആളുകൾ അത് കാണിക്കുന്നുണ്ട്. അത് അവിടുത്തെ MLA-മാര്, മന്ത്രിമാര് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, കേന്ദ്രമന്ത്രി RK രഞ്ജൻ സിംഗിന്റെ വീട് വരെ തീയിട്ടു. അദ്ദേഹം കേന്ദ്രത്തിലെ വിദേശകാര്യ സഹമന്ത്രി ഇപ്പോഴും. അന്ന് അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലായിരുന്നു. ആ കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട് കത്തിച്ചത്. അദ്ദേഹത്തിന്റെ ലൈബ്രറി അടക്കം കത്തിച്ചു. അതൊക്കെ പോലീസ് സംരക്ഷണമുള്ള 10-20 സുരക്ഷാ ഭടന്മാരും പോലീസുകാരും ഒക്കെ ഉള്ള വീടുകളിൽ പോലും ഇങ്ങനെ നടന്നു. നഗരത്തിലൊക്കെ പള്ളികളൊക്കെ വീടുകളും ഒക്കെ തെരഞ്ഞുപിടിച്ച് കത്തിച്ചു, സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. അപ്പൊ ഇതെല്ലാം ഒരു അതാണ് ആദ്യം മുതൽ പറയുന്നത്, നിയമവ്യവസ്ഥയുടെ ഭരണഘടന ഉള്ള നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും സംഭവിക്കുന്നു. എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വംശീയ പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുവാനും ലളിതവൽക്കരിക്കുവാനും ചില ദേശീയ മാധ്യമങ്ങളും ചില സർക്കാർ അനുകൂലികളും സർക്കാരിലുള്ളവരും ഒക്കെ തന്നെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വലിയൊരു ദുരന്തം. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മണിപ്പൂരിൽ സന്ദർശിക്കാനോ അവിടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുപ്പിക്കാനോ ഒരു തരത്തിലുള്ള ശ്രമവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. അപ്പോൾ അമിത്ഷാ അവിടെ പോയി വന്നു, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടായതായി നമ്മൾ കാണുന്നില്ല. സുപ്രീം കോടതിയിൽ ഹർജികൾ വന്നു, സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെയാണ് നഷ്ടപരിഹാരം കണക്കാക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അവിടെ അന്വേഷണം എങ്ങനെ നടത്തണം, എല്ലാ കേസുകളിലും FIR, ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ സുപ്രീം കോടതി നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിയുമ്പോഴും അവിടെ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുവെങ്കിൽ ഒരു നടപടിയും നമ്മുടെ ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവായി നമ്മളതിനെ കാണണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് മുഴുവൻ. അതായത് ഇവിടെ ഒരു സംസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ല, പക്ഷെ അതൊക്കെ നടക്കുന്നു. എന്നിട്ടും അതിന് ഒത്താശ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് കണ്ടില്ലെന്നടിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതിനെ ചോദ്യം ചെയ്യാൻ പോലും ഈ രാജ്യത്ത് ആരുമില്ല. മറ്റു കാര്യങ്ങളൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇവിടുത്തെ രാമക്ഷേത്രം മുതൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഈ മണിപ്പൂരില് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അതിനെ ദേശീയ മാധ്യമങ്ങൾ അടക്കം, നമുക്കറിയാം, മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ നടന്ന തെരഞ്ഞെടുപ്പിലോ അല്ലെ തെലങ്കാനയിലോ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നമൊന്നും സീരിയസ് ആയി കൊണ്ടുവരാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഔദ്യോഗികമായി ആരും ഏറ്റെടുത്തില്ല. അതൊന്നും അവിടുത്തെ വോട്ടർമാരെ ഒരു തരത്തിലും ബാധിച്ചില്ല. ആകെ അത് ബാധിച്ചത് മിസോറാമിൽ തൊട്ടടുത്ത് കിടക്കുന്ന, കാരണം മിസോറാമിൽ നിന്നാണ് അവിടെ ഈ കുക്കികളുടെ ഒരു അടിസ്ഥാനപരമായ ഒരു മിസോ ആളും കൂടിയാണ്. അത് എല്ലാം ഒരു വംശത്തിൽപ്പെടുന്നവരാണ് കൂടുതൽ. അപ്പം ഒഴികെ അവിടെ മാത്രം അവിടുത്തെ സർക്കാരിനെ, BJP നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനം വലിച്ചെറിഞ്ഞു. പ്രതിപക്ഷത്ത് മൂന്നാമതൊരു പാർട്ടി, ഒരിടത്തും ഇല്ലാത്ത കോൺഗ്രസ്, അന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം രൂപീകരിച്ച ശക്തമായ ഒരു മുൻ IPS അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അവിടെ മാത്രമാണ് അതിന്റെ പ്രതിഫലനം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിശ്ചയിച്ചിട്ട് പോലും, മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് പോലും അങ്ങോട്ട് പോയില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലേക്ക് അദ്ദേഹം പോകാതിരിക്കുക. അതിന് മുമ്പിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പലതവണ പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും പോയിട്ടുണ്ട്. ഒരു വഴി കൂടെ ഗോത്ര ജനതയും ആദിവാസി ജനതയും ഞങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുകയും അവർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണിക്കുകയും ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള ഒരു പരാജയം സർക്കാരിന്റെ ഭാഗത്ത്, സർക്കാരിന്റെ നടപടികളിൽ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു വിൽപവറുള്ള ഒരു സർക്കാരിനും ഇത്തരത്തില് ഒരു കലാപം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ നീണ്ട കലാപമില്ല. കാശ്മീരിലെ പ്രശ്നമൊക്കെ വേറെ ഒന്നാണ്. കാരണം അത് പുറത്തു നിന്നുള്ള, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ നടത്തുന്ന നുഴഞ്ഞുകയറ്റങ്ങളും അക്രമങ്ങളും അവിടെയുള്ള ഒരു അങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും കൂടിയാണ്. ഇവിടെ വിദേശത്തു നിന്ന്, മ്യാൻമറിൽ നിന്ന് കടന്നു വരുന്നവരുണ്ടാകാം, പക്ഷെ അതൊക്കെ കുറവാണ്. അതല്ല അതിന്റെ മുഖ്യ പ്രശ്നം എന്ന കാര്യം അറിയാം. അവിടുത്തെ തദ്ദേശീയരായ ജനതകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്, പരസ്പരം വെട്ടിക്കൊല്ലുന്നത്. സ്വന്തം ജനത വെട്ടിക്കൊല്ലുമ്പോൾ, സ്വന്തം പൗരന്മാര് പരസ്പരം വെടിവെച്ച് മരിക്കുമ്പോൾ അതിനെതിരെ നിസ്സംഗമായി നടപടിയെടുക്കാതെ അത് തുടരാൻ അനുവദിക്കുന്ന ഒരു സ്ഥിതി. കാരണം ഇപ്പോഴും നടക്കുവാണല്ലോ. മിനിയാന്നും നടന്നു, ഇന്നലെയും നടന്നു, 1-ാം തീയതി നടന്നു. വെടിവെപ്പും കൊലപാതകങ്ങളും. ഈ കൊലപാതകങ്ങൾ വരുമ്പോൾ മാത്രമാണ് ജനം അറിയുന്നത്. വെടിവെപ്പും മറ്റ് ആക്രമണങ്ങളും അവിടെ പതിവായി ഇപ്പോഴും നടക്കുകയാണ്.
അപ്പൊ അതൊരു ഒരു 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 നമ്മളെ കേരളം പോലും അതിനനുസരിച്ച് മനസാക്ഷി ഉണർത്തുകയോ ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടെ, കാരണം ലോകത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനതയാണ് എപ്പോഴും ആദ്യമേ വിവേകത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുകയും അതിനകത്ത് ലാഭനഷ്ടങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും നോക്കാതെ പലപ്പോഴും പ്രതികരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിലെ ആ ഒരു പ്രതികരണം പോലും കുറഞ്ഞു കുറയുകയാണ്. കാരണം ഇത് മാസങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു. 2023 മെയ് തുടങ്ങിയ ഒരു കലാപം 2024 എത്തിയിട്ടും ഒതുക്കാൻ കഴിയുന്നില്ല. 3 ദിവസം കൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാന കലാപങ്ങളൊക്കെ ഒതുക്കിപ്പെട്ടത്. അത് ഗുജറാത്ത് കലാപമായാലും ഡൽഹിയിലെ സിഖ് കലാപമായാലും അവിടെ നേരത്തെ നമ്മുടെ ത്രിപുരയിൽ നടന്ന കലാപങ്ങളായാലും ഇവിടെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന കലാപങ്ങളൊന്നും ഒരാഴ്ചക്ക് അപ്പുറത്തോട്ട് നീട്ടിയിട്ടില്ല. ഇത് ഒരാഴ്ചയല്ല, 7 മാസമല്ല, പിന്നെയും തുടരുകയാണ്. കൊലപാതകമടക്കം തുടരുകയാണ്. സർക്കാർ വിട്ടുകൊടുത്ത തോക്കുകൾ, സർക്കാർ കൊള്ളയടിച്ചു എന്ന് പറയുന്നത്, കൊള്ളയടിച്ചാൽ അവരെ വെടിവെക്കുകയും ചെയ്യണമല്ലോ. സർക്കാരിന്റെ ആയുധപ്പറകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും ആയുധപ്പറകൾ കൊള്ളയടിക്കുന്നെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടിയിരിക്കും. ഇവർക്കെല്ലാം ആയുധം എങ്ങനെ കിട്ടി? ഇത്രയേറെ ആയുധങ്ങൾ ജനങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി? അതെല്ലാം പോലീസ് എന്തുകൊണ്ട് ഇവരെ തടയുന്നില്ല? പട്ടാളത്തിന് എന്തുകൊണ്ട് ഇപ്പോഴും ഈ കലാപം നിയന്ത്രിക്കാനായി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടില്ല? അതൊക്കെ ഞാൻ പുസ്തകത്തിൽ പറയുന്നു. എന്തുകൊണ്ട് സൈന്യം പലതിനും കാഴ്ചക്കാരായി നിൽക്കുന്നു? കാരണം സൈന്യത്തിന് ശത്രു രാജ്യത്തെ ജനതയാണെങ്കിൽ മാത്രമേ വെടിവെച്ചിടാൻ കഴിയൂ. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായൊരു നിർദ്ദേശം കൊടുക്കും, നിങ്ങൾ വെടിവെച്ചാണെങ്കിലും ഈ കലാപം അടിച്ചമർത്തിയേ പറ്റൂ. കലാപം അടിച്ചമർത്തണമെന്നൊരു നിർദ്ദേശം കൃത്യമായി കൊടുത്താൽ അതിന് 1000 ഇരട്ടി ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും നല്ല കരസേനയും മറ്റ് സൈനിക വിഭാഗങ്ങളുമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ അവര് ഒരു സന്ദേശവുമില്ല, അവരോട് പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവര് പലരും നൂറുകണക്കിന് കഷ്ടപ്പാടുകൾ അനുഭവിച്ച പലരും ഒഴിഞ്ഞുപോയ വീടുകളിലാണ് ഈ സൈനിക പട്ടാളക്കാർ താമസിക്കുന്നതും അവരുടെ ക്യാമ്പുകളായി വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം പ്രദേശത്ത് അതിർത്തി പ്രദേശങ്ങളിലുള്ളവര്, ഈ പ്രദേശത്തുള്ളവര് അങ്ങോട്ടും, 2 പ്രദേശത്തുള്ളവരും പല ഗ്രാമങ്ങളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ അങ്ങിങ്ങായി കർഷക പണികളൊക്കെ ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നെൽപ്പാടം ഉഴുതുന്നതിനിടയിലാണ് 4 പേരെ പിടിവിച്ചത്. അതൊരു സാധാരണ കർഷകര്, പക്ഷെ അവര് മെയ്തൈകളായി പോയി എന്നതുകൊണ്ട് കുക്കികൾ വെടിവെക്കുന്നു. കുക്കികളെ നൂറുകണക്കിന് പേരെയാണ് വെടിവെച്ചത്. ഒരു മര്യാദയില്ലാതെ, ഒരു നിയമവും ഇല്ലാതെ, ബോംബെയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്ന, കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് നാടിന് കാവൽ നിന്നിരുന്ന ഒരു യുവാവിനെ, ഡേവിഡ് തീക്ക് എന്ന് പറഞ്ഞൊരു യുവാവിനെ കഴുത്തറത്ത്, ആ തല വെട്ടി, തല ഒരു കമ്പിക്കുത്തി പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കുക വരെ ചെയ്തു. അത്ര ക്രൂരമായി. അന്നാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ മൊത്തം കത്തിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ കുറച്ച് എല്ലൊഴിച്ച് ബാക്കി ഒന്നും അവിടെ ഇല്ലായിരുന്നില്ല, കരിഞ്ഞ എല്ലുകൾ ഒഴിച്ച് അത് മുഴുവൻ. കാരണം ഒരു മൃതദേഹത്തോട് പോലും ക്രൂരതകൾ കാണും. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും കഴിഞ്ഞത് കോടതി ഇടപെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം, കഴിഞ്ഞ മാസം മാത്രം നൂറുകണക്കിന്, അതായത് മാസങ്ങളോളം ഇത് മോർച്ചറിയിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതി. അവർക്കൊരു ഇപ്പോഴും ഒരു മാന്യമായ സംസ്കാരം പോലും ലഭിക്കാതെ പോകുന്നു. അപ്പൊ അതൊരു ഇത്തരമൊരു സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണ്. അതിനകത്ത് സർക്കാരിന്റെ വീഴ്ച ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തായാലും മണിപ്പൂരിന്റെ സർക്കാരിന്റെ ഭാഗത്തും മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ ഭാഗത്തുമുള്ള നടപടികൾ അങ്ങേയറ്റം അപലപനീയം. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് കള്ളിവയൽ. ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും വിശദമായി മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ സംഘർഷഭരിതമായ അവസ്ഥ ഇപ്പോഴും തുടരുന്നതിനെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഇൻസൈറ്റ് ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.